നമസ്കാരം. വെറും $27, അതായത് ഏകദേശം ഒരു 2000 രൂപ. ഈ ചെറിയ തുക കൊണ്ട് ലോകത്തെ മാറ്റിമറിക്കാൻ പറ്റുമോ? കേൾക്കുമ്പോൾ അവിശ്വസനീയമായിട്ട് തോന്നുന്നുണ്ടല്ലേ? പക്ഷേ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദാരിദ്ര്യത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ ഇത്രയും ചെറിയൊരു തുക എങ്ങനെയാണ് ഒരു വിപ്ലവത്തിന് തന്നെ തിരികൊളുത്തിയത് എന്നതിന്റെ കഥയാണ്. അപ്പോൾ ഈയൊരു ചോദ്യത്തിലാണ് ശരിക്കും എല്ലാം തുടങ്ങുന്നത്. ആളുകൾക്ക് വെറുതെ പണം നൽകുന്നതിന് പകരം അവരെ സ്വന്തം കാലിൽ നിൽക്കാൻ സഹായിക്കുന്ന ഒരു ലോൺ കൊടുത്താൽ എന്തായിരിക്കും സംഭവിക്കുക? ഈയൊരു ചിന്ത എങ്ങനെയാണ് ഒരു വലിയ യാഥാർത്ഥ്യമായതെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ ആശയമുണ്ടാകാൻ ഒരു പ്രധാന കാരണമുണ്ടായിരുന്നു: അന്നത്തെ പരമ്പരാഗത ബാങ്കിംഗ് സംവിധാനങ്ങൾ. ലോകത്തിലെ ഏറ്റവും പാവപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം ബാങ്കുകൾ ഒരു അടഞ്ഞ അധ്യായം തന്നെയായിരുന്നു. എന്തുകൊണ്ടെന്നാൽ ബാങ്കുകളുടെ കണ്ണിൽ അവർ തൊട്ടുകൂടാത്തവരായിരുന്നു. നോക്കൂ, പ്രശ്നം വളരെ ലളിതമായിരുന്നു. ഒരു ബാങ്കിൽ നിന്ന് ലോൺ കിട്ടണമെങ്കിൽ എന്തു വേണം? എന്തെങ്കിലും ഈട് വെക്കണം, അതായത് കൊളാട്രൽ. പിന്നെ നല്ലൊരു ക്രെഡിറ്റ് ഹിസ്റ്ററി വേണം, സ്ഥിര വരുമാനം വേണം. പക്ഷേ കടുത്ത ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന സാധാരണക്കാരുടെ കയ്യിൽ ഇതിലേതെങ്കിലും ഒന്നുണ്ടാവുമോ? ഇല്ല. അപ്പോൾ ഈയൊരു വലിയ വിടവ് കാരണം അവർക്ക് സാമ്പത്തിക വ്യവസ്ഥയിലേക്ക് ഒരു പ്രവേശനവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈയൊരു സാഹചര്യത്തിലേക്കാണ് നമ്മുടെ കഥയിലെ ഹീറോ മുഹമ്മദ് യൂനുസ് വരുന്നത്. ഒരു സാധാരണ സാമ്പത്തിക ശാസ്ത്രജ്ഞനായിരുന്ന അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു കാഴ്ചയാണ് ചരിത്രം തന്നെ മാറ്റിയെഴുതാൻ കാരണമായത്. ഇതാണ് മുഹമ്മദ് യൂനുസ്. ബംഗ്ലാദേശിലെ ഒരു പ്രൊഫസറായിരുന്നു. പക്ഷേ ദാരിദ്ര്യത്തെക്കുറിച്ച് പുസ്തകങ്ങളിൽ പഠിപ്പിക്കുന്നതിനപ്പുറം യഥാർത്ഥ ജീവിതത്തിൽ അദ്ദേഹം കണ്ട ചില കാഴ്ചകളാണ് അദ്ദേഹത്തെ പ്രവർത്തിക്കാൻ പ്രേരിപ്പിച്ചത്. സംഭവം നടക്കുന്നത് 1974-ലാണ്. ബംഗ്ലാദേശിൽ അതിരൂക്ഷമായൊരു ക്ഷാമം പടർന്നുപിടിക്കുകയാണ്. തന്റെ യൂണിവേഴ്സിറ്റിക്ക് അടുത്തുള്ള ഗ്രാമങ്ങളിലെ പട്ടിണി കണ്ട യൂനുസ് ശരിക്കും ഞെട്ടിപ്പോയി. അവിടെ മുളകൊണ്ട് സ്റ്റൂളുകളൊക്കെ ഉണ്ടാക്കി ജീവിക്കുന്ന കുറെ പാവപ്പെട്ട മനുഷ്യർ അസംസ്കൃത വസ്തുക്കൾ വാങ്ങാൻ കൊള്ളപ്പലിശക്കാരിൽ നിന്ന് ചെറിയ തുക കടം വാങ്ങും. അവസാനം കിട്ടുന്ന തുച്ഛമായ ലാഭം മുഴുവൻ പലിശ കൊടുക്കാൻ പോലും തികയില്ല. വീണ്ടും ദാരിദ്ര്യത്തിലേക്ക് തന്നെ അവർ വീഴുന്നത് അദ്ദേഹം നേരിൽ കണ്ടു. യൂനുസ് ചെയ്തതൊരു സാധാരണ വായ്പ നൽകുക എന്നതായിരുന്നില്ല. അതൊരു പരീക്ഷണമായിരുന്നു. മനുഷ്യന്റെ കഴിവിനും സത്യസന്ധതയ്ക്കും മുകളിൽ വെച്ചൊരു വലിയ പന്തയം, ഒരു ബെറ്റ് തന്നെയായിരുന്നു അത്. ഈ സംഖ്യ ശ്രദ്ധിച്ചു നോക്കിക്കേ, വെറും $27. ആ ഗ്രാമത്തിലെ മുള്ള സ്റ്റൂളുകൾ ഉണ്ടാക്കിയിരുന്ന മുഴുവൻ സ്ത്രീകളെയും കൊള്ളപ്പലിശക്കാരിൽ നിന്ന് രക്ഷിക്കാൻ ആകെ ആവശ്യമായിരുന്നത് ഈ തുകയായിരുന്നു. ജോബ്ര എന്ന ആ ചെറിയ ഗ്രാമത്തിലെ 42 സ്ത്രീകൾക്കാണ് യൂനുസ് തന്റെ സ്വന്തം പോക്കറ്റിൽ നിന്ന് ഈ $27 കൊടുത്തത്. ഓർക്കണം, ഒരു ബാങ്കോ സർക്കാരോ അല്ല, ഒരൊറ്റ മനുഷ്യന്റെ വിശ്വാസമാണ് അവിടെ പ്രവർത്തിച്ചത്. അപ്പോ ആ പരീക്ഷണത്തിന്റെ ഫലം എന്തായിരുന്നെന്നറിയാമോ? അവിശ്വസനീയമായിരുന്നു. ആ 42 സ്ത്രീകളും അവർ വാങ്ങിയ തുക മുഴുവനായും തിരിച്ചടച്ചു. അതുമാത്രമല്ല, അവരുടെ വരുമാനം കൂടുകയും കൊള്ളപ്പലിശക്കാരുടെ പിടിയിൽ നിന്ന് അവർ എന്നേക്കുമായി രക്ഷപ്പെടുകയും ചെയ്തു. ഇതിൽ നിന്ന് മനസ്സിലായ ഏറ്റവും നിർണായകമായ കാര്യം ഇതായിരുന്നു: പാവപ്പെട്ടവർ വിശ്വസിക്കാൻ കൊള്ളാത്തവരാണ്, അവർ ലോൺ തിരിച്ചടയ്ക്കില്ല എന്ന പരമ്പരാഗത ബാങ്കിംഗ് സങ്കല്പത്തിന്റെ അടിത്തറയാണ് ആ ഒരൊറ്റ സംഭവത്തോടെ ഇളകിയത്. ഓക്കേ, അപ്പോൾ പരീക്ഷണം ഗംഭീരമായി വിജയിച്ചു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? ആ വിജയകരമായ പരീക്ഷണത്തെ ഒരു പുതിയ ബാങ്കിംഗ് മാതൃകയാക്കി മാറ്റുക. ഈടിനു പകരം മനുഷ്യരുടെ വിശ്വാസ്യതയിൽ കെട്ടിപ്പൊക്കിയ ഒരു ബാങ്ക്. അങ്ങനെ 1976-ൽ ഒരു ചെറിയ റിസർച്ച് പ്രോജക്റ്റായി തുടങ്ങിയ ആ ആശയം 1983 ആയപ്പോഴേക്കും ബംഗ്ലാദേശ് സർക്കാരിന്റെ നിയമപ്രകാരം ഗ്രാമീൺ ബാങ്ക്, അതായത് ഗ്രാമത്തിന്റെ ബാങ്ക് ആയി ഔദ്യോഗികമായി മാറി. ഗ്രാമീൺ ബാങ്കിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്നറിയാമോ? അവരുടെ വായ്പാക്കാരിൽ 97% സ്ത്രീകളാണ്. കാരണം വളരെ ലളിതമാണ്. സ്ത്രീകൾക്ക് പണം കിട്ടുമ്പോൾ അത് കുടുംബത്തിന്റെയും കുട്ടികളുടെയും നല്ല ഭാവിക്കും ആരോഗ്യത്തിനും വേണ്ടി കൂടുതൽ നന്നായി ഉപയോഗിക്കപ്പെടുന്നുവെന്ന് യൂനുസ് തന്റെ അനുഭവത്തിലൂടെ മനസ്സിലാക്കി. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നാം, ഈടില്ലാതെ ഈ ബാങ്ക് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? അവിടെയാണ് ഗ്രാമീൺ മോഡലിന്റെ വിജയം. വായ്പ കൊടുക്കുന്നത് ഓരോ വ്യക്തികൾക്കല്ല, മറിച്ച് 5 പേരടങ്ങുന്ന ചെറിയ ഗ്രൂപ്പുകൾക്കാണ്. ഒരു ഗ്രൂപ്പിലെ ഒരാൾക്ക് വായ്പ കിട്ടണമെങ്കിൽ മറ്റുള്ളവരുടെ എല്ലാം സമ്മതവും പിന്തുണയും വേണം. ഇനി ആരെങ്കിലും തിരിച്ചടവ് മുടക്കിയാൽ അത് ആ ഗ്രൂപ്പിന്റെ മൊത്തം ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഈ പരസ്പര വിശ്വാസവും കൂട്ടായ ഉത്തരവാദിത്വവുമാണ് അവരുടെ ഏറ്റവും വലിയ ഈട്. ഗ്രാമീൺ ബാങ്കിന്റെ വിജയം ബംഗ്ലാദേശിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. അതൊരു ലോകവ്യാപകമായ ചലനത്തിന്, ഒരു തരംഗത്തിന് തന്നെ തുടക്കം കുറിക്കുകയായിരുന്നു. യൂനുസിന്റെ ഈ ആശയം ലോകമെമ്പാടും കോടിക്കണക്കിന് ആളുകളുടെ ജീവിതമാണ് മാറ്റിമറിച്ചത്. ഏഷ്യയിലും ആഫ്രിക്കയിലും ലാറ്റിൻ അമേരിക്കയിലുമെല്ലാം സമാനമായ മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങളുണ്ടായി. ഈ മഹത്തായ പ്രവർത്തനങ്ങൾക്കാണ് 2006-ൽ മുഹമ്മദ് യൂനുസിനും ഗ്രാമീൺ ബാങ്കിനും സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്. തീർച്ചയായും എല്ലാ നല്ല ആശയങ്ങൾക്കും വിമർശനങ്ങളുമുണ്ടാകും. മൈക്രോ ഫിനാൻസിന്റെ കാര്യത്തിലും അതുണ്ടായി.
ഈ വ്യവസായം വലുതായപ്പോൾ ചില സ്ഥാപനങ്ങൾ വളരെ ഉയർന്ന പലിശ ഈടാക്കുന്നതായും പാവപ്പെട്ടവരെ കടക്കണിയിലാക്കുന്നതായും പണം തിരികെ പിടിക്കാൻ മനുഷ്യത്വരഹിതമായ വഴികൾ ഉപയോഗിക്കുന്നതായുമൊക്കെ ആരോപണങ്ങൾ ഉയർന്നു. യൂനിസിന്റെ യഥാർത്ഥ സാമൂഹിക ലക്ഷ്യത്തിൽ നിന്നു മാറി ചിലരെങ്കിലും ഇതിനെ ലാഭം കൊയ്യാനുള്ളൊരു മാർഗം മാത്രമാക്കി മാറ്റി. അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് മുഹമ്മദ് യൂനിസിന്റെ ഈ വാക്കുകളെക്കുറിച്ച് ഒന്ന് ആലോചിക്കാം. ദാരിദ്ര്യമെന്നത് ഒരു വ്യക്തിയുടെ തെറ്റല്ല, മറിച്ച് അവർക്ക് അവസരങ്ങൾ നൽകാത്ത ഒരു സിസ്റ്റത്തിന്റെ പരാജയമാണ്. ആ സിസ്റ്റത്തെ ചോദ്യം ചെയ്ത വെറും $27 നിന്ന് തുടങ്ങിയ ഒരു ചെറിയ ആശയമാണ് ഇന്ന് ലോകമെമ്പാടും ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് പുതിയൊരു പ്രതീക്ഷ നൽകുന്നത്.